ഹായ്, നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഒരു മന്ത്ര പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡിൽ അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മൈൻഡിങ്ങനെ വോയിസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്ക ആൾക്കാരുടെയും, നോർമലായിട്ടുള്ള മിക്ക ആൾക്കാരുടെയും മൈൻഡിലും മാക്സിമം സമയത്തും ഉണ്ടായിരിക്കുന്നത് കുറേ നോയ്സ് ആയിരിക്കും. മൈൻഡ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെയുള്ള ചാറ്ററുകൾ. ഈ ചാറ്ററുകൾക്കനുസരിച്ച് ഈ ചാറ്ററുകൾ കൂടുതലും നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് വളരെയധികം നമുക്ക് വിഷമവും സങ്കടവും എല്ലാം വരാനുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചും എല്ലാം ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി ആലോചിച്ചും എല്ലാം ഈ ഒരു മൈൻഡ് കിടന്നിങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടു ഓപ്പൺ ദ ഹാർട്ട്, ടു ബി ഫ്രീ ആൻഡ് ലെറ്റ് ഇറ്റ് പാസ്. അത് ചെയ്യാൻ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരാൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ഒരു മന്ത്രയാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. വളരെ സിമ്പിളാണ് മന്ത്ര. ഇത്രയേ ഉള്ളൂ: ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. എന്താണെങ്കിലും, എന്ത് വലിയ സംഭവമാണ് വരാൻ പോണെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന മന്ത്രയാണ് ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. ആ ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് പറഞ്ഞതിന് ശേഷം ഹാർട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. സി, ഇറ്റ് ഈസ് മച്ച് മോർ സിംപ്ലർ. അത് നിങ്ങളെ സ്പിരിച്വൽ ജേർണി നിങ്ങളെ വളരെയധികം സ്പീഡിൽ മുന്നോട്ട് എത്തിക്കും എന്ന് പറയുന്നു. സോ അത്രയേ ഉള്ളൂ. ഇന്നൊരു ഷോർട്ട് കാര്യം മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.